വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് മധുരസേവയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാം, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒത്തിരി കുറവാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. आज हम केरला स्पेशल മധുരസേവ बनाने जा रहे हैं. कैसे है दिखाएंगे. നമുക്ക് മധുരസേവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. 2 कप बेसन लिया है. अभी एक बर्तन में डालना है. നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 2 കപ്പ് കടലമാവ്, 1 कप अरीपोड़ी, 1 कप राइस फ्लोर ले लिया, वो भी इसके साथ डाल दें. നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ये दोनों मिक्स कर लेंगे. നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ നമക്, നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. थोड़ा थोड़ा पानी डाल के ये थोड़ा मिक्स करना है. और थोड़ा पानी डाल के हम लोग अच्छे से मिलाएंगे. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കൈ വെച്ച് ഇളക്കിയെടുക്കാം. थोड़ा पानी भी डाल के हाथ से मिलाएंगे. നമ്മൾ കടലമാവും അരിപ്പൊടിയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയേ, നമ്മൾ റൊട്ടിയുടെ പരുവമല്ല, അതുകൂടെ ഒരു ഇത്തിരിയും കൂടെ ലൂസ് ആയിട്ടിരിക്കണം. रोटी के लिए बनाता है उससे भी थोड़ा सा लूज करना है. हाथ में थोड़ा तेल ले लीजिए. കയ്യിൽ ഇത്തിരി എണ്ണ എടുത്തിട്ട് ഇതിലോട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. थोड़ा तेल इसका ऊपर में डाल के बंद करके रखेंगे. ഒന്ന് അടച്ചു വെക്കാം. സേവനാഴിയിലെ ഈ ചില്ല് വെച്ച് വേണം, നോക്കിക്കേ, ഇത്രയും വലിയ ഹോളുള്ള ഈ ചില്ല് വെച്ചിട്ടാണ് നമ്മൾ ഈ മധുരസേവ ഉണ്ടാക്കുന്നത്. ഈ ചില്ല് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ये मोल्ड से हम लोग बनाता है. देखिएगा इतना बड़ा बड़ा होल है, इसमें से हम लोग सेव बनाता है. ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. थोड़ा इसका ऊपर में थोड़ा तेल लगा के ग्रीस करना है. इसके बाद एक बंद करना है. എണ്ണ മുക്കിയിട്ട് നമുക്ക് ഇതിന്റെ സൈഡും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. इसका अंदर का होल भी थोड़ा ग्रीस करना है. അപ്പോൾ ബേസൻ നിക്കാൽ है. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന കടലമാവ് നമുക്ക് എടുക്കാം. ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. इसमें डाल दें. നമുക്ക് ഇതെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. इसमें डाल के फिल किया है. ഇത് അടച്ചു കൊടുക്കാം. थोड़ा बंद करना है. നമ്മൾ പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞു. पैन में तेल डाल के अच्छे से गर्म हो गया. अभी इसमें डाल दें. നമുക്ക് ഇട്ട് കൊടുക്കാം. मीडियम फ्लेमिലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. मीडियम फ्लेम में डाल के फ्राई करना है. पलटी करना है. नीचे थोड़ा फ्राई हो गया, पलटी करेंगे. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയ തീയിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താലേ ഇത് നല്ലതായിട്ട് അകം ഫ്രൈ ആകത്തുള്ളൂ. നമ്മുടെ അധികം നിറം പോകാതെ നമുക്കിതെടുക്കാം. ഓക്കെ, अच्छे से मीडियम फ्लेम में डाल के ये फ्राई करना है. इसका रंग चेंज नहीं होना चाहिए. देखिए अभी फ्राई हो गया, निकाल देंगे. നമുക്ക് നല്ലതായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കെടുത്ത് മാറ്റാം. അടുത്തത് നമുക്കിട്ട് കൊടുക്കാം. दूसरा भी डालेंगे. അവസാനം ഇട്ട सेव ആണ് ഇത്. लास्ट में डाला हुआ सेव है, वो भी निकाल देंगे. നമ്മുടെ എല്ലാം ആയി കഴിഞ്ഞു. സേവ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. സേവ് पूरा बनाया है. अभी चाशनी बनाएंगे. പഞ്ചസാര പാനി ഉണ്ടാക്കാം. सॉस पैन വെച്ചിട്ടുണ്ട്. एक सॉस पैन रखा है गैस में. अभी 1 कप चीनी डाल दें. നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം, 1/4 कप पानी भी डालना है. अभी चाशनी बनाएंगे. നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞു. चीनी मेल्ट हो गया. अभी इसमें इलायची का पाउडर डाल दें. चीनी में पाउडर किया है. പഞ്ചസാരക്കകത്ത് പൊടിച്ചതല്ല, നമുക്ക് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം. मेल्ट होने के लिए रखेंगे. तो पंसारा पानी आईकोंडिरिക്കുകയാണ്. चाशनी रेडी हो रहे. ये टाइम में देखिए हम लोग का तेल थोड़ा
छोटा छोटा पीस करना है. छोटा मतलब एक फिंगर का इतना ही. നമ്മൾ ഒരു വിരലിൻ്റെ അത്രയും വെച്ചിട്ട് നമുക്കിതൊന്ന് ഒടിച്ചു കൊടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഓരോരോ സ്ട്രിപ്പ് അടുപ്പിച്ച് പിടിച്ചിട്ട് നമുക്ക് ഒരു വിരലിൻ്റെ അത്രയും വെച്ചിട്ട് ഒടിച്ചു കൊടുക്കാം. ഐസൈ കാട്ടണ देखिए ऐसे काट लीजिए. നമുക്കിങ്ങനെ തന്നെ എല്ലാം എടുക്കാം. थोड़ा पंसाला पानी रेडी आ गया है. हम लोग का चाशनी रेडी हो गया. देखिएगा ऐसे पकड़ने से एक स्ट्रिंग होना चाहिए. ये തൊട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ऐसे ही होना चाहिए. अभी गैस ऑफ करना है. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി നമുക്ക് സേവിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. इसका ऊपर में गरम गरम डालेंगे. थोड़ा मिक्स करना है. देखिए सब मिला के मिक्स कर दीजिएगा. अच्छे से നല്ലതായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പകുതി പഞ്ചസാര പാനി ഇട്ടിട്ടുള്ളായിരുന്നു. ആധാ ചാസ്നി അബി ഡാലാ ഹെ. ഞാനിപ്പോൾ ഒരു അര കപ്പ് പഞ്ചസാര കൂടി എടുത്തിരിക്കുകയാണ്. നമുക്കത് പൗഡർ ചെയ്തുകൊണ്ട് വരാം. ആധാ കപ്പ് ചീനി ലിയാ ഹെ ഓ പൗഡർ करना है. ബാക്കി ഉണ്ടായിരുന്ന പഞ്ചസാര പാനിയാണ്. ബാക്കി था वो चाशनी की अभी डालेंगे. ഇതൊക്കെ മിലായെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പം പൊടിച്ച പഞ്ചസാരയാണ് ഇത്. अभी पाउडर किया चीनी है. इसका ऊपर में डालेंगे. നമുക്കിതിൻ്റെ മുകളിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. हाफ डालेंगे बाद में डालेंगे. इनको अच्छे से मिक्स करना है. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अभी बाकी भी डालेंगे. നമുക്ക് ബാക്കിയും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. अच्छे से सब तरफ कोटिंग होना चाहिए. നല്ലതായിട്ട് നമുക്ക് കോട്ടിങ് എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ നോക്കിക്കേ കോട്ടിങ് ഒരെണ്ണത്തെ പോലും വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഒരേപോലെ കോട്ടിങ് ആയിട്ടുണ്ട്. ऐसे लगाएगा तो हम लोग का कोटिंग सब में एक ही जैसे आ जाएगा. देखिए स्नो गिरा हुआ जैसे ही है. നമ്മുടെ മഞ്ഞ് വീണ പോലെ ഇതിൻ്റെ മേളിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. നമുക്കിപ്പോൾ ഒരു സെർവിങ് ഡിഷിനകത്തോട്ട് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുരസവ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. 2-3 ആഴ്ച സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. सब लोग घर में थोड़ा ट्राई करके देखिएगा. जल्दी भी हो जाएगा. अच्छा टेस्ट भी है. थोड़ा एयर टाइट डब्बा में डाल के रखेगा तो 2-3 हफ्ता चलेगा. प्लीज़ लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.